السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 169 പേജാണ് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മളെ വളർത്തി വലുതാക്കിയ ആളുകൾ, നമുക്ക് ഭക്ഷണം തന്നവർ, സ്നേഹിതർ, സഹായിച്ചവർ, നമ്മളെ ക്ലാസ് എടുക്കാൻ റെഫർ ചെയ്യുന്ന മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 169 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما رجع موسى إلى قومه غضبان آسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. قال رب اغفر لي ولأخي وادخلنا في رحمتك وأنت أرحم الراحمين. إن الذين اتخذوا العجل سينالهم غضب من ربهم وذلة في الحياة الدنيا وكذلك نجزي المفترين. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 150 മുതൽ 155 വരെയുള്ള 6 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. 9-ാമത്തെ ജുസ്ഇൽ 169-ാമത്തെ പേജ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയ ശേഷം സാമിരി എന്നു പേരുള്ള ഒരാൾ ഉണ്ടാക്കിക്കൊടുത്ത കാളക്കുട്ടിയെ അല്ലെങ്കിൽ പശുക്കുട്ടിയെ ഇസ്രായേൽ ജനത ആരാധിച്ച കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പോകുന്ന ശേഷം സാമിരി ആ ഖൗമിനെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുത്തിരുന്നു. സൂറത്ത് ത്വാഹയിൽ 85-ാമത്തെ ആയത്തിൽ ആ വിഷയമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال فإنا قد فتنا قومك من بعدك وأضلهم السامري. നിങ്ങളവിടെ പോകുന്നതിന് ശേഷം നിങ്ങളെ ഖൗമിനെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, സാമിരി വരെ പഴിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ സമയത്ത് വല്ലാത്ത ദേഷ്യം തോന്നി, സങ്കടം തോന്നി മൂസാ നബി അലൈഹി സ്വലാമിന്. തന്റെ ഖൗമിന്റെ ബുദ്ധിഹീനമായ പ്രവൃത്തിയിൽ വിഷമം തോന്നിയിട്ടാണ് അവരുടെ അടുത്തേക്ക്
മഹാനവറുകൾ തിരിച്ചു വരുന്നത്. ആ രംഗം അള്ളാഹു തആല വിവരിക്കുകയാണ്. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഒച്ചയുണ്ടാക്കുന്ന മുക്രയിടുന്ന കാളക്കുട്ടിക്ക് ചുറ്റും ആളുകൾ ആവേശത്തോടു കൂടി തവാഫ് ചെയ്യുന്നുണ്ട്, പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, അതിനു മുമ്പിൽ ഭജനം ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് ദേഷ്യം പിടിച്ചു. കുറച്ചു ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥം ഏറ്റുവാങ്ങാനാണ് ഞാൻ അള്ളാഹിന്റെ അടുത്തേക്ക് പോയത്. എന്റെ വരവ് കാത്തിരിക്കാനുള്ള ക്ഷമ പോലുമില്ലാതെ നിങ്ങൾ ഇത്ര വേഗം ഇത്രയും വലിയൊരു പാതകം, ശിർക്കെന്ന കൊടുംപാതകം നിങ്ങൾ ചെയ്തല്ലോ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചത്. സങ്കടവും ദേഷ്യവും വല്ലാത്തൊരവസ്ഥയായിരുന്നു മൂസാ നബിയുടേത് ആ സമയത്ത് അലൈഹിസ്സലാം. മഹാനവറുകൾ തിരിച്ചു വന്നപ്പോ കയ്യില് തൗറാത്തിന്റെ പലകകൾ ഉണ്ടായിരുന്നു, അതൊക്കെ താഴെയിട്ടു. എന്നിട്ട് സഹോദരനായ ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ തലമുടി പിടിച്ചു വലിച്ചു. മൂസാ നബി അലൈഹി സ്വലാം പോകുന്ന സമയത്ത് ജനങ്ങളെ നോക്കാൻ അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത് ഹാറൂൻ നബി അലൈഹി സ്വലാമിനായിരുന്നല്ലോ. ആ ഉത്തരവാദിത്തം ശരിക്ക് പാലിച്ചില്ല എന്നാണ് മൂസാ നബി കരുതിയത് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് താടി തലമുടി പിടിച്ചു വലിച്ചത്. അവരെ സത്യത്തിൽ മഹാനവറുകൾ തികച്ചും നിരപരാധിയാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാം നിരപരാധിയാണ്. മാക്സിമം ആരെ തടയാൻ ശ്രമിച്ചിരുന്നു. അതൊന്നും വകവെക്കാതെ ഹാറൂൻ നബി അലൈഹി സ്വലാമിന് നേരെ തട്ടിക്കയറുകയും മഹാനവറുകളെ കൊല്ലാൻ പോലും ശ്രമം നടത്തുകയാണ് ആ കൗമ് ചെയ്തത്. പിന്നെന്താ അദ്ദേഹം ചെയ്യുക? മൂസാ നബി അലൈഹി സ്വലാം വന്ന ഉടനെ ഹാറൂൻ നബി ഇത് ശരിക്കും നോക്കിയില്ല, ജനങ്ങൾ വേണ്ടതുപോലെ നിയന്ത്രിച്ചില്ല എന്ന കാരണം കൊണ്ടാണ് ദേഷ്യപ്പെട്ട് പിടിച്ചു വലിച്ചത്. ഹാറൂൻ നബി അലൈഹി സ്വലാം അപ്പോഴാണ് തന്റെ നിരപരാധിത്വം തെളിയിച്ചത്. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്, ഞാൻ നിസ്സഹായനായിരുന്നു, എന്നെ കൊല്ലാൻ നോക്കിയവർ. അവസാനം മൂസാ നബി അലൈഹി സ്വലാമിന് സത്യാവസ്ഥ മനസ്സിലായപ്പോ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ രണ്ടുപേർക്കും കൂടി ദുആ ചെയ്യുകയാണ് ചെയ്തത്. ഹാറൂൻ നബി അലൈഹി സ്വലാം വളരെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്റെ ഉമ്മാന്റെ മോനെ എന്ന് വിളിച്ച് അതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ശാന്തമായി പറഞ്ഞു കൊടുത്തു. സത്യം ഇങ്ങനെയായിരിക്കെ എന്നോട് കയർക്കുന്നത് എതിരാളികളെ സന്തോഷിപ്പിക്കുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കയർക്കണ്ട, കാരണം അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. അതിനിടവരുത്തേണ്ട മൂസാ നബിയെ, എന്നെ നിങ്ങൾ അക്രമികളുടെ പക്ഷക്കാരനായി കരുതരുത് എന്നും ഹാറൂൻ നബി അലൈഹി സ്വലാം മഹാനവറുകളോട് മൂസാ നബി അലൈഹി സ്വലാമിനോട് അപേക്ഷിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് കാര്യം പിടുത്തം കിട്ടി. ഇനി അവർ രണ്ടുപേർക്കും വേണ്ടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ, ആ ദുആയും ഇനിയുള്ള ആയത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആയത്തിലേക്ക് കടക്കാം. 150-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ റജഅ മൂസാ ഇലാ ഖൗമിഹി ഗദ്ബാന അസിഫാ ഖാല ബിഅസ മാ ഖലഫ്തുമൂനി മിൻ ബഅദി അഅജിൽതും അംറ റബ്ബിക്കും വഅൽഖാ അൽവാഹ വഅഖദ ബിറഅസി അഖീഹി യജറുഹു ഇലൈഹി قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. صدق الله العلي العظيم. فلما رجع മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വന്നപ്പോ ഇലാ ഖൗമിഹി, തന്റെ സമൂഹത്തിലേക്ക്, ഗളബാന, കുപിതനായി, ദേഷ്യം പിടിച്ചവനായി, അസിഫ, സങ്കടത്തോടുകൂടെ, വളരെ ഖേദിച്ച് ദേഷ്യപ്പെട്ട് തന്റെ ഖൗമിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വന്നപ്പോ ഖാല, മഹാനവറുകൾ ചോദിച്ചു അവരോട്, ബിസമാ ഖലഫ്തുമൂനി മിൻ ബഅദി, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ ചെയ്ത കാര്യം എത്ര ഹീനമാണ്, നിങ്ങൾ ചെയ്തു വെച്ചത് വളരെ ദുഷിച്ചത് തന്നെ. ബിസമാ, എത്രമാത്രം ദുഷിച്ചതാണ്. ഖലഫ്തുമൂനി മിൻ ബഅദി, ഞാൻ പോയതിനു ശേഷം നിങ്ങൾ ചെയ്ത കാര്യം. ബിസമാ ഖലഫ്തുമൂനി മിൻ ബഅദി അഅജിൽതും അംറ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയെ നിങ്ങൾ കവച്ചു വെച്ചുവോ? നാഥന്റെ ഉത്തരവും വിട്ട് നിങ്ങൾ ധൃതി കാണിച്ചുവോ? ഞാൻ കിതാബ് വാങ്ങാൻ പോയതല്ലേ, ഞാൻ വരാൻ പോലും കാത്തു നിൽക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനയെ നിങ്ങൾ കവച്ചു വെച്ചോ? ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ കൽപ്പനയെ നിങ്ങൾ കവച്ചു വെച്ചോ? വൽഖൽ അൽവാഹ്, പലകകളൊക്കെ താഴെയിട്ടു, നിലത്ത് വെച്ചു.
വാൽഖ മൂസാ നബി അലൈഹി സ്വലാം താഴെ വെച്ചു അൽ അൽവാഹ പലകകളെ. നമ്മ തൗറാത്ത് എഴുതിയ പലകകൾ കിതാബ് വാങ്ങി വരല്ലേ, ആൾക്കാരെങ്ങനെ ചെയ്യാനുണ്ടപ്പോ താഴെ വെച്ചു. വഅഖദ ബിറഅസി അഖീഹി യജറുഹു ഇലൈഹി, സ്വന്തം സഹോദരന്റെ തലമുടി പിടിച്ച് തന്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു. വഅഖദ പിടിച്ചു ബിറഅസി അഖീഹി, സഹോദരന്റെ തലമുടിയിൽ, യജറുഹു ഇലൈഹി, അതിങ്ങനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ട് തലമുടി പിടിച്ചിട്ട് അടുത്തേക്ക് വലിച്ചു എന്നർത്ഥം. യജറുഹു ജറയജുറു എന്നൊക്കെ വലിച്ചു. അങ്ങനെ വലിച്ചപ്പോ ഹാറൂൻ നബി അലൈഹി സ്വലാം നിരപരാധിത്വം തെളിയിക്കുകയാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇബ്ന ഉമ്മ, എന്റെ ഉമ്മായുടെ മകനെ, സഹോദരനെ എന്നാണ് വിളിക്കുന്നത്, എന്റെ ഉമ്മാന്റെ മോനെ. ഇന്നൽ ഖൗമ, നിശ്ചയമായും നമ്മുടെ ജനതായി സമൂഹം, ഇസ്തദഅഫൂനി, അവർ എന്നെ ബലഹീനനായി കണ്ടു. എന്നെ അവർ ബലഹീനനായി കണ്ടു, ദുർബലനായി കണ്ടു. വക്കാതു, അവർ തയ്യാറാവുകയും ചെയ്തു, യഖ്തുലൂനനി, എന്നെ കൊല്ലാൻ. വക്കാതു, അവർ അടുക്കുകയും ചെയ്തു, യഖ്തുലൂനനി, എന്നെ കൊല്ലാൻ. അവരെന്നെ കൊന്നു കളയാനും തയ്യാറായി. കാത എന്നൊക്കെ പറഞ്ഞാൽ അടുത്തു എന്നാണ് ശരിക്കും. കൊല്ലാൻ അടുത്തു എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായി. അതുകൊണ്ട് ഫലാ തുസ്മിത് ബിയൽ അദാ, ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന വിധം താങ്കൾ എന്നോട് പെരുമാറരുതേ. ഫലാ തുസ്മിത് ബി, എന്നെ കൊണ്ട് നിങ്ങൾ സന്തോഷിപ്പിക്കരുത്. അദാ, ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ സന്തോഷിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന വിധം നിങ്ങൾ എന്നോട് പെരുമാറരുത്. ഞാൻ വഴി താങ്കൾ ശത്രുക്കളെ സന്തോഷിപ്പിക്കരുത് എന്നർത്ഥം. അപ്പൊ മൂസാ നബിയും ഹാറൂൻ നബി അലൈഹി സ്വലാം തിരക്കൂർന്ന് കാണുമ്പോൾ ശത്രുക്കൾക്ക് സന്തോഷിക്കാനല്ലേ, അതിന് വഴി ഉണ്ടാക്കരുത്. വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ, നിങ്ങൾ എന്നെ അക്രമികളായ ആ ജനതയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യരുത്. വലാ തജ്അൽനി, എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തരുത്, എന്നെ നിങ്ങൾ ആക്കരുത്. മഅൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ശിർക്ക് ചെയ്ത ആ ഖൗമിന്റെ കൂടെ. ഹാറൂൻ നബി അലൈഹി സ്വലാം നിരപരാധിത്വം തെളിയിച്ചു. അത് മൂസാ നബി അലൈഹി സ്വലാമിന് ബോധ്യപ്പെടുകയും ചെയ്തു. അജിൽതും അംറ റബ്ബിക്കും, ഇവിടെ വിവിധ തഫ്സീറുകളുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയെ നിങ്ങൾ കവച്ചു വെച്ചുവോ, നാഥന്റെ ഉത്തരവും വിട്ട് നിങ്ങൾ ധൃതി കാണിച്ചുവോ. അതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പോയത് എന്തിനാ? നിങ്ങളുടെ ഇരുലോക നന്മക്കുള്ള ഒരു വേദം കൊണ്ടുവരാനായി റബ്ബിന്റെ നിർദ്ദേശം അനുസരിച്ച് പോയതാണ്. എന്നാൽ ഞാൻ മടങ്ങി വരുന്നത് വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലാതെ നിങ്ങൾ തന്നിഷ്ടം പ്രവർത്തിച്ചോ. അതാണ് ഖാലബന ഉമ്മ, ഉമ്മാന്റെ മോനെ എന്ന് ഹാറൂൻ നബി അലൈഹി സ്വലാം വിളിച്ചത് മാതാവത്തെ സഹോദരനായതുകൊണ്ട് മാത്രം അല്ല. മൂസാ നബി അലൈഹി സ്വലാം മാതാവും പിതാവും മൊത്തം നേരെ ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം, അല്ലെ? മൂസാ നബിയുടെ നേരെ ജ്യേഷ്ഠനാണ്, ഉമ്മി ബാപ്പി മൊത്തം നേരെ ജ്യേഷ്ഠൻ തന്നെയാണ് ആര്? ഹാറൂൻ നബി അലൈഹി സ്വലാം. പക്ഷേ ഇവിടെ ഇബ്ന ഉമ്മ എന്ന് വിളിച്ചത്, ഉമ്മാന്റെ മോനെ എന്ന് വിളിച്ചത് ഒന്നുകൂടി മൂസാ നബിയുടെ മനസ്സ് അലിയാനാണ്. ഉമ്മാന്റെ മോനെ എന്ന് പറയുമ്പോ ഒന്നുകൂടി മനസ്സ് അലിയില്ലേ? കാക്ക, ജ്യേഷ്ഠ, സഹോദര എന്നൊക്കെ വിളിക്കുന്നത് വളരെ അല്ലേ, ഉമ്മ എന്ന് ചേർക്കുമ്പോ ഉമ്മാന്റെ മോൻ എന്ന് വിളി ചേർക്കുമ്പോൾ ഹൃദയത്തിൽ കൊള്ളത്. അതുകൊണ്ടാണ് ഹാറൂൻ നബി അലൈഹി സ്വലാം അവസരത്തിൽ ഖാലബിന ഉമ്മ എന്ന് പറഞ്ഞത്. നമ്മൾ 151 ആയത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഹാറൂൻ നബി അലൈഹി സ്വലാം നിരപരാധിയാണ് എന്ന് ബോധ്യമായപ്പോ മൂസാ നബി അലൈഹി സ്വലാം രണ്ടുപേർക്കും കൂടി അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആ, അതാണ് ഇനി അടുത്ത ആയത്തിലുള്ളത്. 151 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇഗ്ഫിർ ലീ വലിഅഖീ വദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമർ റഹീമീൻ. നല്ല ദുആയാണ്. ഖാല, മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു പറഞ്ഞു, റബ്ബി, ഞങ്ങളുടെ രക്ഷിതാവേ, എന്റെ റബ്ബേ, ഇഗ്ഫിർ ലീ, എനിക്ക് പൊറുത്തു തരണമേ, വലിഅഖീ, എന്റെ സഹോദരനും പൊറുക്കണമേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീ പുറത്തു തരണം. വദ്ഖിൽനാ ഫീ റഹ്മതിക, ഞങ്ങൾ രണ്ടുപേരെയും നിന്റെ റഹ്മത്തിൽ പ്രവേശിപ്പിക്കുകയും വേണം, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ രണ്ടുപേരെയും പ്രവേശിപ്പിക്കണം. വഅൻത അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ നീ, കാരുണികരിൽ വെച്ച് ഏറ്റവും വലിയ കരുണയുള്ളവനാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും നിന്റെ റഹ്മത്തിൽ ചേർക്കണം, റഹ്മത്തിൽ പ്രവേശിപ്പിക്കണം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നീ മാപ്പ് തരികയും വേണം. ഇതാണ് റബ്ബി ഇഗ്ഫിർ ലീ വലിഅഖീ വദ്ഖിൽനാ ഫീ റഹ്മതിക വഅൻത അർഹമർ റഹീമീൻ.
നമ്മൾ അടുത്ത രണ്ട് ആയത്തുകളിലേക്ക് കടക്കുന്നു. 152ഉം 153. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമ്മളെ പ്രവേശിപ്പിക്കാൻ എപ്പോഴും ചോദിക്കണമെന്നാണ്. ഇത്തരം ആയത്തുകളെ കൂടുമ്പോൾ അള്ളാഹു അദ്ഖിൽനാ ഫി റഹ്മതിക, ഞങ്ങളെയും റബ്ബെ ആ ആയത്തിൽ നീ ചേർക്കണം. അള്ളാഹു പലയിടത്തും പറയാറുണ്ട്, റബ്ബ് ഉദ്ദേശിക്കുന്നവരെ അവന്റെ റഹ്മത്തിൽ ചേർക്കും എന്നൊക്കെ, അല്ലെങ്കിൽ റഹ്മത്ത് കൊണ്ട് പ്രത്യേകത നൽകും എന്നൊക്കെ പറയുന്നിടത്ത് റബ്ബെ ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ, അല്ലാഹു ജഅൽനാ മിൻഹും എന്ന് പറയാം. അറബി അറിയില്ലെങ്കിൽ പഠിച്ചവനെ ഞങ്ങളെ കൂട്ടത്തിൽ ചേർക്കണേന്ന് പറയാം. അല്ലാഹുമ്മ അദ്ഖിൽനാ ഫി റഹ്മതിക എന്ന് പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുന്റെ റഹ്മത്താണ്. അല്ലാതെ എന്താ നമുക്കുള്ളത്? കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തുക. എപ്പോഴും ഇത്തരം പരാമർശങ്ങൾ ഖുർആൻ വരുമ്പോഴൊക്കെ ഒരു ദുആ അതിന്റെ കൂടെ നമ്മൾ ചൊല്ലുക. മനസ്സിലെങ്കിലും നമ്മൾ പറയുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിലെ ഗഫൂറുർ റഹീം എന്ന ആയത്ത് കാണുമ്പോൾ റബ്ബി ഗ്ഫിർലി വർഹംനി വഅൻത ഖൈറുർ റഹീമീൻ എന്ന് പറയണം അല്ലേ? അള്ളാഹു എനിക്ക് പുറത്തുകൊണ്ട് എനിക്ക് കരുണ കാണിച്ചുകൊണ്ട്. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മര്യാദയാണത്. ദുആന്റെ അവസരം വരുമ്പോൾ കൂടെ ഓതുന്ന ആൾ ദുആ ചെയ്യുക എന്ന്. ആകട്ടെ, 152ഉം 153ഉം ആയത്തിലേക്ക് കടക്കാം. ഒരു കാളക്കുട്ടിയെ ഇലാഹാക്കിയ ആളുകൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷയാണ് ഇനി പറയുന്നത്. ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹുവിന്റെ കോപവും നിന്ദയും അവരെ ബാധിക്കുകയുണ്ടായി. നോക്കൂ രണ്ടായത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗദബുൻ മിർ റബ്ബിഹിം വദില്ലത്തുൻ ഫിൽ ഹയാത്തിദ് ദുനിയ വകദാലിക നജ്സിൽ മുഫ്തരീൻ. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. رب اغفر وارحم وأنت خير الراحمين. إن الذين തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ ഇത്തഖദുൽ ഇജ്ല കാളക്കുട്ടിയെ ഇലാഹാക്കി വെച്ചവർ, അവർക്ക് സയനാലുഹും അവർക്ക് ബാധിക്കുക തന്നെ ചെയ്യും. ഗളബുൻ മിർ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള കോപം, വദില്ലത്തുൻ നിന്ദയും, ഫിൽ ഹയാത്തിദ് ദുനിയ ഇഹലോക ജീവിതത്തിൽ. കാളക്കുട്ടിയെ ഇലാഹാക്കി വെച്ചവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള കോപമുണ്ടാകും. ഭൗതിക ജീവിതത്തിൽ നിന്ദയും നിസ്സാരതയും സംഭവിക്കും. ഇത് രണ്ടും വന്നെത്തുക തന്നെ ചെയ്യും. സയനാലുഹും പിന്നീട് അവർക്ക് വന്നെത്തും, പിന്നീട് അവർക്ക് ലഭിക്കും. വകദാലിക നജ്സിൽ മുഫ്തരീൻ വ്യാജം നിർമ്മിച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ് നാം പ്രതിഫലം നൽകാറുള്ളത്. മുഫ്തരീൻ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകൾ, ഇവരിവിടെ ചെയ്തത് അതാണല്ലോ. കാളക്കുട്ടിയുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അള്ളാഹുവാണ് തട്ടിവിട്ടാൻ ആരാധിക്കാൻ പറഞ്ഞു. 153 നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين عملوا السيئات ثم تابوا من بعدها وآمنوا إن ربك من بعدها لغفور رحيم. والذين عملوا السيئات എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, തിന്മകൾ ചെയ്തു പോയാൽ, വല്ലദീന അമലു സയ്യിആതി തിന്മകൾ പ്രവർത്തിച്ച ആളുകൾ, സുമ്മ താബു എന്നിട്ടവർ ഖേദിക്കുകയും ചെയ്താൽ, മിൻ ബഅദിഹാ അതിനുശേഷം, മിൻ ബഅദിഹാ തെറ്റുകൾ ചെയ്തതിനു ശേഷം ഖേദിച്ചു മടങ്ങിയാൽ, വആമനൂ സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്താൽ, ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം അങ്ങനെ ഖേദിച്ചു മടങ്ങിയതിനു ശേഷം അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണനും തന്നെയാകുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു തെറ്റുകൾ ചെയ്ത് സയ്യിആത്ത് വേണ്ടാത്തരങ്ങൾ ചെയ്ത് അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങുകയും വിശ്വസിക്കുകയും ചെയ്താൽ അത്തരക്കാർക്ക് നേരത്തെ പറഞ്ഞ അനുഭവം ഉണ്ടാവുകയില്ല. പിന്നെന്താ ഉണ്ടാവുക? അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അതാണ് ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. താങ്കളുടെ രക്ഷിതാവ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവർ ഖേദിച്ചു മടങ്ങിയതിനു ശേഷം വളരെ പൊറുക്കുന്നവരും പരമ കാരുണികനും തന്നെയാണ്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്നർത്ഥം, അള്ളാഹു റഹ്മത്ത് കാണിക്കുകയും ചെയ്യുമെന്നർത്ഥം. ഇവിടെ പറഞ്ഞത് തൗബ ചെയ്തവരുടെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു കൊടുക്കും. കാളക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്തവരുടെ തൗബ അവരെ കൊല്ലുക, വധിക്കുക എന്നതായിരുന്നു എന്ന് നമ്മൾ മുമ്പ് അൽ-ബഖറ പഠിച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ ചെയ്തവർ ആ ദോഷം പൊറുക്കപ്പെട്ടവരും രക്തസാക്ഷികളുമായി തീർന്നു.
പശുക്കുട്ടിയെ ആരാധിക്കാത്തവരോട് ആരാധിച്ചവരെ കൊന്നുകളയാനായിരുന്നു അള്ളാഹു തആല ആദ്യം പറഞ്ഞത്, അവരുടെ തോബ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷേ ഇങ്ങനെ മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇനി മതി, ഇനി കൊല്ലേണ്ടതില്ല, കൊല നിർത്താൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു എന്ന പല ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും അത് കാണാം. ഈ ഉത്തരവ് വന്നതോടുകൂടി ബാക്കിയുള്ള ആളുകളുടെയും പാപം അള്ളാഹു തആല പുറത്തു കൊടുത്തു. ബാക്കിയുള്ള പശുക്കുട്ടി ആരാധിച്ചിരുന്ന ബാക്കിയുള്ള ആളുകളിലെ അവരെ തെറ്റുകളും കൂടെ അള്ളാഹു തആല മാപ്പാക്കി കൊടുത്തു. നേരത്തെ വധിക്കപ്പെട്ട ആളുകൾ അവരുടെ തൗബ അതോടുകൂടി അള്ളാഹു തആല സ്വീകരിച്ചു. അവർ രക്തസാക്ഷികളായി വലിയ പദവിയിൽ അവരെത്തുകയും ചെയ്തു. ഇതേ സംഭവം സൂറത്തുൽ ബഖറ 54 പഠിച്ച ആളുകളാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ. അതാണ് കൽപ്പന. കൊല്ലാൻ വേണ്ടി, വധിക്കാൻ വേണ്ടി, പരസ്പരം കൊല്ലാൻ വേണ്ടി നിങ്ങളെ തന്നെ കൊല്ലുക. അതായത് കാളക്കുട്ടിക്ക് ഇബാദത്ത് ചെയ്യാത്ത ആളുകൾ ഇബാദത്ത് ചെയ്തവരെ കൊല്ലുക എന്നാണ് പറഞ്ഞത് എന്ന് മഹാനായ മുഫസ്സിരീങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു അബീ ഹാത്തിം തുടങ്ങിയവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെയും ചില അഭിപ്രായങ്ങൾ ഇവിടെയുണ്ട്. ഏതായാലും ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് നിന്ദതയും ശിക്ഷയും ഉണ്ടായി എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഇവിടെ വ്യക്തമായല്ലോ. ഈ ലോകത്ത് വെച്ച് തന്നെ അവരെ വധിക്കാൻ വേണ്ടി പറഞ്ഞു. അവരെ നിന്ദത ബാധിച്ചു, അള്ളാഹുവിന്റെ കോപം വരെ ബാധിച്ചു. അത് ഈ ലോകത്ത് തന്നെ സംഭവിച്ചു. വദില്ലത്തുൻ ഫിൽ ഹയാത്തി ദുനിയ വകദാലിക നജ്സിൽ മുഫ്തരീൻ. സത്യത്തിൽ ഈ ഒരു കാളക്കുട്ടിയെ ആരാധിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന എല്ലാവരും അള്ളാഹുവിന്റെ കോപത്തിനും നിന്ദതക്കും പാത്രമായിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ആയത്തിന്റെ അവസാനം വകദാലിക നജ്സിൽ മുഫ്തരീൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെ കള്ളം കെട്ടിച്ചമച്ച് പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇപ്രകാരമാണ് പ്രതിഫലം നൽകുക, അതുകൊണ്ട് നിങ്ങളാരും ആ പണിക്ക് നിൽക്കരുത് എന്നർത്ഥം. 154 ആയത്തിലേക്ക് നമുക്ക് കടക്കാം. പർവ്വതത്തിൽ നിന്ന് കിതാബും വാങ്ങി മടങ്ങി വന്നപ്പോഴുണ്ടായ സഹിക്കാൻ കഴിയാത്ത ദൃശ്യം കണ്ട് മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തിന്റെ പലകകൾ താഴെ വെച്ച് നമ്മൾ കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചല്ലോ. അങ്ങനെ ആ ദേഷ്യം കെട്ടടങ്ങിയപ്പോ, ആ ദേഷ്യം ഒന്ന് തണുത്തപ്പോ ആ കിതാബുകൾ കയ്യിലെടുത്തു എന്നാണ് ഇനി പറയുന്നത്. ആ ദിവ്യഗ്രന്ഥം സന്മാർഗവും അള്ളാഹുവിന്റെ കാരുണ്യവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്നും അള്ളാഹു തആല പറയുന്നു. നോക്കാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم بربهم يرهبون. ولما سكت عن موسى الغضب അടങ്ങിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അൽ ഗളബു ദേഷ്യം, മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യം ഒന്ന് അടങ്ങിയപ്പോ അഖദൽ അൽവാഹ് ആ വേദത്തിന്റെ പലകകൾ മഹാനവറുകൾ കയ്യിലെടുത്തു. അൽവാഹ് തൗറാത്തിന്റെ പലകകൾ കയ്യിലെടുത്തു. അതിൽ എഴുതിയിരിക്കുന്നതിലുണ്ട് ഹുദൻ സന്മാർഗമുണ്ട്, വറഹ്മത്തുൻ കാരുണ്യവുമുണ്ട്, ലില്ലദീന ഹും ബിറബ്ബിഹിം യർഹബൂൻ സ്വന്തം നാഥനെ പേടിയുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് ഹുദയും റഹ്മത്തുമുണ്ട് ആ കിതാബിന്റെ എഴുത്തുകളിൽ. സ്വന്തം നാഥനെ പേടിയുള്ളവർക്ക് അത് മാർഗദർശകവും കാരുണ്യവുമാണ് എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എഴുതിയതിലുണ്ട്, അതിൽ രേഖപ്പെടുത്തിയതിലുണ്ട് ഹുദം വറഹ്മയുണ്ട്. അടുത്ത ആയത്തിലേക്ക് കടക്കാം. 155 അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ ശേഷം, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് 40 ദിവസം ഒരു ദിവസം നിശ്ചയിച്ച് നോമ്പൊക്കെ നോക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് മൂസാ നബി ഇസ്ലാം പോയത്. അങ്ങനെയാണ് തൗറാത്ത് കിട്ടിയത്. ആ തൗറാത്ത് കൊണ്ടുവന്നപ്പോഴാണ് ആളുകൾ ഇങ്ങനെ കാളക്കുട്ടി ആരാധിക്കുന്നത് കണ്ടത്. വല്ലാതെ ദേഷ്യപ്പെട്ടു, സങ്കടപ്പെട്ടു. ഇതെല്ലാമാണ് ഇതുവരെ പറഞ്ഞത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് അതാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി ഈ കൊടും പാതകം ചെയ്ത കാരണത്താൽ അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാം പറയാണ്, നിങ്ങളെ കൗമിൽപ്പെട്ട നല്ലവരായ പ്രമുഖരായ 70 പേരെ
70 പേരെ സംഘടിപ്പിച്ച് അവരെല്ലാവരും കൂടെ മലയിലേക്ക് പോയി അള്ളാഹുവിനോട് ഒന്നിച്ച് ഈ സമൂഹത്തിനോട് മാപ്പ് ചോദിക്കണം, അങ്ങനെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിനോട് ശുപാർശ ചെയ്യണം. ഇങ്ങനെ കൂട്ടത്തിൽപ്പെട്ട നല്ലവരായ വളരെ പ്രമുഖരായ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പർവ്വതത്തിലേക്ക് പോയി അള്ളാഹിനോട് ഈ തെറ്റ് മാപ്പാക്കി തരാൻ പറയാനും അവരുടെ തൗബ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാനും വേണ്ടി തൂർ സീനാ മലയിലേക്ക് പോയി. ഈ ആളുകളെയും കൂട്ടി മലയിൽ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവർ പുതിയൊരു ഡിമാൻഡ് വെച്ചു. ഈ 70 ആളുകളും മൂസാ നബി അലൈഹി സ്വലാം മുമ്പിൽ പുതിയൊരു ആവശ്യം പറയുക. എന്താണെന്നറിയോ? ഗുരുതരമായ ധിക്കാരം. എന്താ പറഞ്ഞത്? പ്രത്യക്ഷമായി അള്ളാഹെ കാണാതെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയേ ഇല്ല. പടച്ചവനെ ശരിക്കും ഇവിടെ കാണിച്ചു കൊണ്ടപ്പോ, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല. എന്താ ചെയ്യാ? യാ അല്ലാഹ്. നാം ത്വബരി എഴുതുകയാണ്, കാളക്കുട്ടിയെ ആരാധിച്ച മഹാപാതകത്തിന്റെ പശ്ചാത്താപത്തിനും കുറ്റം സമ്മതിക്കുന്നതിനുമായി 70 പ്രമുഖരെ കൂട്ടി പർവ്വതത്തിലെത്തിയപ്പോ അവർ പറഞ്ഞതാ, നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിച്ച ആളാണല്ലോ, ഞങ്ങൾക്ക് അള്ളാഹിനെ നേരിട്ടൊന്ന് കാണണം, എന്നാലും വിശ്വസിക്കും. എന്തൊരു ഗുരുതരമായ ധിക്കാരമാണ്, എന്തൊരു മാത്സര്യ ബുദ്ധിയുള്ള ചോദ്യമാണ്, നന്ദികേടാണ്. ഉടനെ തന്നെ യഥാ ശിക്ഷ വരുന്നു. ഭൂമി കുലുങ്ങി, ഭൂമി പ്രകമ്പനം കൊണ്ടു. ഉടനെ തന്നെ 70 പേർ മരിച്ചു വീണു. 70 ആളുകൾ മരിച്ചു വീണു, മൂസാ നബി അലൈഹി സ്വലാം ഒഴികെ. ഇമാം ത്വബരി ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭയങ്കരമായ ഇടിവെട്ടി, ഭൂമി പ്രകമ്പനം കൊണ്ടത്രേ. മൂസാ നബി അലൈഹി സ്വലാം വലിയ പ്രശ്നമായി. പഠിച്ചവനെ, എന്റെ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ് ഇത്തരമൊരു കൊടും പരീക്ഷണത്തിന് വിധേയരായിട്ട് മരിച്ചൊടുങ്ങിയത്. ഈ ആളുകളില്ലാതെ എങ്ങനെയാ എന്റെ ഖൗമിലേക്ക് ചെല്ലുക? എങ്ങനെയാ തിരിച്ചു ചെല്ലുക? മൂസാ നബിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അലൈഹി സ്വലാം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കേണ അപേക്ഷിച്ചത്. പഠിച്ചവനെ, പറ്റിപ്പോയതാ അള്ളാഹുവേ. അള്ളാഹു തആല അവരെല്ലാം ജീവിപ്പിച്ചു. ആ വിഷയവും മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചെയ്ത ദുആയുമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന 155-ാമത്തെ ആയത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹു മുമ്പിൽ കേണപേക്ഷിക്കുകയാണ്. തൗബ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യാനും കുറ്റം ഏറ്റുപറയാനും വേണ്ടി 70 ആളുകൾ തിരഞ്ഞെടുത്ത് അള്ളാഹിന്റെ അടുത്തേക്ക് പോയി. വഖ്താറ മൂസാ നബി അലൈഹി സ്വലാം തിരഞ്ഞെടുത്തു ഖൗമഹു, തന്റെ സമുദായത്തെ, 70 റജുലൻ 70 പേരായി എന്ന് പറഞ്ഞാൽ തന്റെ സമുദായത്തിൽ നിന്ന് 70 പേരെ മൂസാ നബി അലൈഹി സ്വലാം തിരഞ്ഞെടുത്തു. എന്തിനു? മീഖാത്തിന, നാം നിശ്ചയിച്ചു കൊടുത്ത സമയത്തേക്ക്. ഒരു നിശ്ചിത സമയം നമ്മളത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ മീഖാത്ത്, നാം നിശ്ചയിച്ചു കൊടുത്ത സമയത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാം തന്റെ ജനതയിൽ നിന്ന് 70 പേരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇഖ്താറ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തിട്ട് അവിടെ ചെന്നപ്പോ അവർ അള്ളാഹുവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അതിവിടെ ആയത്തിൽ പറയുന്നില്ല, മറ്റു സ്ഥലത്ത് അള്ളാഹുവിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ അതിന് ശേഷമുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എന്താണ് സംഭവിച്ചത് എന്നാണ് അള്ളാഹു തആല ഇവിടെ പറഞ്ഞത്. ഫലമ്മാ അഖദതുഹും റജ്ഫ, അങ്ങനെ അവരെ പ്രകമ്പനം പിടികൂടിയപ്പോ, റജ്ഫത്ത് എന്ന് പറഞ്ഞാൽ പ്രകമ്പനം, ഭൂമി കുലുക്കം, പ്രകമ്പനം പിടികൂടിയപ്പോ ഖാല, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ലൗ ശിഅ്ത, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അഹ്ലക്തഹും, അവരെ നിനക്ക് നശിപ്പിക്കാമായിരുന്നു, നീ ഖബൽ, മുമ്പേ തന്നെ, വയ്യായ, എന്നെയും. പഠിച്ചവനെ, മൂസാ നബി അല്ലാഹു തആല പറയാം അലൈഹി സ്വലാം, എന്റെ രക്ഷിതാവേ, നീ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഇവരെയും എന്നെ തന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നല്ലോ. അതുഹ്ലികുനാ ബിമാ ഫഅല സുഫഹാഉ മിന്നാ, ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില വിഡ്ഢികൾ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ നീ ശിക്ഷിക്കുകയാണോ, ഞങ്ങളെ നീ നശിപ്പിക്കുകയാണോ? അതുഹ്ലികുനാ, നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? ബിമാ ഫഅല സുഫഹാഉ മിന്നാ,
ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ചില വിഡ്ഢികൾ ചെയ്തത് കാരണം. സുഫഹ എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ. ഇൻ ഹിയ ഇല്ലാ ഫിത്നതുക്, നിശ്ചയം ഇത് നിന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. ഇൻ ഹിയ, ഇത് അല്ലാതെയല്ല, ഇല്ലാ ഫിത്നതുക, നിന്റെ ഒരു പരീക്ഷണമല്ലാതെയല്ല, തീർച്ചയായും ഇത് നിന്റെ ഒരു പരീക്ഷണം തന്നെയാണ്. തുദില്ലു ബിഹാ മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ ഇത് മുഖേന നീ വഴിതെറ്റിക്കുന്നു. വതഹ്ദീ മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. ഇതൊരു പരീക്ഷണമാണ്. അതുകൊണ്ട് അന്ത വലിയുനാ ഫഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹുവേ അന്ത വലിയുനാ, നീ ഞങ്ങളുടെ സംരക്ഷകനാണല്ലോ, നീയാണല്ലോ ഞങ്ങളുടെ സംരക്ഷകൻ. അന്ത വലിയുനാ, അല്ലാഹുവേ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ. അതുകൊണ്ട് ഇഗ്ഫിർ ലനാ ഫഗ്ഫിർ ലനാ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ. വർഹംനാ, ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. വഅന്ത ഖൈറുൽ ഗാഫിരീൻ, പൊറുക്കുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണല്ലോ നീ. ഖൈറുൽ ഗാഫിരീൻ ആണല്ലോ നീ. ഇങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തപ്പോ അല്ലാഹു തആല 70 പേരെയും ജീവിപ്പിക്കുകയും പുനർജീവിപ്പിക്കുകയും അവിടുന്ന് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അവർക്ക് തെറ്റ് മനസ്സിലായി, ഗൗരവം ബോധ്യപ്പെട്ടു. അല്ലാത്ത ഖൗമാണല്ലേ. യാ അല്ലാഹ്, കടുത്ത ധിക്കാരപരമായ ചോദ്യങ്ങൾ ചോദിക്കാം, എന്താ ചെയ്യാ? അള്ളാഹുമായുള്ള മുനാജാത്തിന് കൂടിക്കാഴ്ചക്ക് മൂസാ നബി അലൈഹി സ്വലാം തൂർ മലയിലേക്ക് പോയത് ഈ സംഭവത്തിന് മുമ്പാണ്. അതും ഇതും രണ്ട് സംഭവങ്ങളാണ്. ഒന്നാണെന്ന് പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ അത് തെറ്റാണ്. രണ്ട് സംഭവങ്ങളാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലേ. ഇതേ അധ്യായം 143 പറഞ്ഞതാണ് ആ മുനാജാത്ത് യാത്ര. അള്ളാഹുവിനെ നേരിട്ട് കാണാൻ വേണ്ടി, സംഭാഷണം നടത്താൻ വേണ്ടി സംസാരമൊക്കെ നടന്ന ആ യാത്ര. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ റഹ്മാൻ റഹീമായ തമ്പുരാനെ, നമ്മുടെ ക്ലാസ് ഖബൂൽ ചെയ്യണം അല്ലാഹ്. ധിക്കാരവും അഹങ്കാരവും മഹന്തയും മനസ്സിലൊന്നും ലവലേശം കടന്നു വരാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മളെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണം തമ്പുരാനെ. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ്. എല്ലാവരുടെയും ദോഷങ്ങൾ മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുമ്മ അൻത വലിയുനാ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, ഞങ്ങൾക്ക് നീ പുറത്തു വരണേ തമ്പുരാനെ. ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുൽ ഗാഫിരീൻ. അല്ലാഹു ഈ ക്ലാസ്സിൽ നിന്ന് നിലനിർത്തി തരണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ ഇത് പഠിക്കുന്നുണ്ട്, റഫർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഖൈറും സലാമത്തും സന്തോഷം നൽകണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങൾ എല്ലാവരും ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ തമ്പുരാനെ. രോഗികളായ നിരവധി ആളുകളുടെ ശിഫ നൽകണേ അല്ലാഹ്. മാർഗമായ എല്ലാ അസുഖത്തിലും ഞങ്ങളെയും വേണ്ടപ്പെട്ടവരും കാത്തുരക്ഷിക്കണം തമ്പുരാനെ. പഠിച്ചവനെ ആർത്തവത്തെ നന്നാക്കാൻ റഹ്മാനെ. സ്വർഗത്തിൽ നരകത്തിൽ കാക്കണേ അല്ലാഹുവേ. ഈ ക്ലാസ് കേൾക്കുന്നവർ ധ്യാനിക്കുന്നവർക്ക് ഖൈറായ പ്രതിഫലം നൽകണം തമ്പുരാനെ. ആഖിറത്തിലേക്ക് വരവ് വെക്കുന്ന ഏറ്റവും നല്ലൊരു അമലായി സ്വീകരിക്കണം റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.